സംസ്ഥാനത്ത് മഴയുടെ ശക്തി കുറയുന്നു. കാസർഗോഡ്, കണ്ണൂർ, ഇടുക്കി ജില്ലകളിൽ മാത്രമാണ് തീവ്രമഴ മുന്നറിയിപ്പുള്ളത്. വിവിധ ജില്ലകളിൽ രാത്രി പെയ്ത ശക്തമായ മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടമുണ്ടായി. ഇടുക്കി മൂന്നാറിൽ മണ്ണിടിഞ്ഞ് ലോറി ഡ്രൈവർ മരിച്ചു. കോഴിക്കോട് വിലങ്ങാട് ശക്തമായ ചുഴലിക്കാറ്റിൽ വൻ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വയനാട് മക്കിമലയിൽ 20 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. അട്ടപ്പാടിയിൽ 2 ദിവസമായിട്ടും വൈദ്യുതി പുനഃസ്ഥാപിക്കാനായില്ല. കോഴിക്കോട് വിലങ്ങാട് ഉരുട്ടി ഭാഗത്ത് വൻ ചുഴലിക്കാറ്റിൽ നാശനഷ്ടങ്ങളുണ്ടായി. പാറക്കടവ്, വാണിമേൽ, മൊകേരി, നാദാപുരം ഭാഗങ്ങളിൽ ശക്തമായ കാറ്റിൽ നിരവധി മരങ്ങൾ കടപുഴകി. താമരശ്ശേരി ചുരം 4-ാം വളവിൽ ശക്തമായ കാറ്റിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. താമരശ്ശേരിയിലും മലയോരത്തും വൈദ്യുതി ബന്ധം ഇതുവരെ പുനഃസ്ഥാപിക്കാനായിട്ടില്ല. വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് കൊയിലാണ്ടി നഗരസഭയിലെ 3 കുടുംബങ്ങളെ മാറ്റി താമസിപ്പിച്ചു. കാട്ടിപ്പാറ ചമൽ കേളൻമൂലയിൽ മരം വീണ് വീടിനു കേടുപാട് സംഭവിച്ചു. പൊന്നാനി പാലപ്പെട്ടിയിൽ വീടുകൾ കടലെടുത്തു. 2 വീടുകൾ പൂർണ്ണമായും 5 വീടുകൾ ഭാഗികമായും തകർന്നു. മാറാട് ഗോതീശ്വരത്ത് കടൽ കയറി റോഡ് തകർന്നു. 2 ദിവസമായി പ്രദേശത്ത് കടലാക്രമണം രൂക്ഷമാണ്. ചാലിയാറും ഇരുവഴിഞ്ഞിയും കരകവിഞ്ഞതോടെ അടുത്തുള്ള പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. ചാത്തമംഗലം, മാവൂർ പഞ്ചായത്തുകളിൽ വെള്ളപ്പൊക്കം രൂക്ഷമാണ്. ഊർക്കടവിൽ റെഗുലേറ്ററിന്റെ 16 ഷട്ടറുകളും പൂർണ്ണമായി ഉയർത്തി. നീരൊഴുക്ക് ശക്തമായതിനെ തുടർന്ന് കക്കയം ഡാമിന്റെ 2 ഷട്ടറുകൾ ഉയർത്തി. പുഴക്കരയിൽ താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. കണ്ണൂരിൽ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടമുണ്ടായി. മാക്കൂട്ടം ചുരത്തിൽ മരം വീണ് ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചു. കുയിലൂരിൽ റോഡരികിൽ നിർത്തിയിട്ട കാറിനു മുകളിൽ മരം വീണു. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടായി. ആറളം പുനരധിവാസ മേഖലയിൽ 11, 13 ബ്ലോക്കുകളിൽ വെള്ളം കയറി. ശക്തമായ കാറ്റിൽ കാസർഗോഡ് ചെമ്മനാട് കൂറ്റൻ ആൽമരം കടപുഴകി വീണു. റോഡിലേക്ക് മരം വീണതിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു. വയനാട് മക്കിമലയിൽ 20 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. തലപ്പുഴ പുഴയിൽ ജലനിരപ്പ് ഉയർന്നതോടെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. കാപ്പികളത്ത് മണ്ണിടിച്ചിലുണ്ടായതോടെ 4 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ബാണാസുര സാഗർ ഡാമിന്റെ ഷട്ടറുകൾ തുറന്നതിനാൽ കരമാൻ തോട്, പനമരം പുഴയോരങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിലും താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജില്ലയിൽ 2 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 30 കുടുംബങ്ങളാണ് കഴിയുന്നത്. ശക്തമായ മഴയിൽ തൃശൂർ കുന്നംകുളം പഴുന്നാനയിൽ ഉപയോഗശൂന്യമായ കെട്ടിടം തകർന്നു വീണു. വാടാനപ്പള്ളി ബീച്ചിൽ കടലാക്രമണം രൂക്ഷമായതോടെ നിരവധി വീടുകൾ വെള്ളത്തിലായി. മഴ കനത്തതോടെ ചാലക്കുടി സൗത്ത് റെയിൽവേ അടിപ്പാത വീണ്ടും മുങ്ങി. തമിഴ്നാട്, കേരള ഷോളയാർ ഡാമുകളിലെയും പറമ്പിക്കുളം, പെരിങ്ങൽകുത്ത് ഡാമുകളിലെയും അധിക ജലം ചാലക്കുടി പുഴയിലേക്ക് ഒഴുക്കുന്നത് തുടരുകയാണ്. അതിരപ്പള്ളിയിൽ കാട്ടാന ശക്തമായ ഒഴുക്കിൽപ്പെട്ടതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു. പാലക്കാട് മീൻ പിടിക്കാൻ പോയ 2 പേരെ കാണാതായി. ഒറ്റപ്പാലം ഭാരതപ്പുഴയിൽ മീൻ പിടിക്കാനെത്തിയ യൂസഫും പാലക്കാട് മംഗലം ഡാമിലെത്തിയ ഉമർ ഫാറൂഖുമാണ് ഒഴുക്കിൽപ്പെട്ടത്. ഇരുവർക്കുമായി ഫയർഫോഴ്സ് എത്തി തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. അട്ടപ്പാടിയിൽ 2 ദിവസമായിട്ടും വൈദ്യുതി പുനഃസ്ഥാപിക്കാനായിട്ടില്ല. ഇന്നലെ രാത്രിയിൽ പെയ്ത മഴയിൽ ഭവാനിപ്പുഴ കരകവിഞ്ഞതോടെ പാടവയൽ ഭാഗത്ത് വീടുകളിൽ വെള്ളം കയറി. താവളം പാലത്ത് വെള്ളം കയറി ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടു. വൈദ്യുതി പുനഃസ്ഥാപിക്കാനുള്ള ശ്രമത്തിലാണ് KSEB. ഇടുക്കി മൂന്നാറിൽ മണ്ണിടിഞ്ഞ് ലോറി ഡ്രൈവർ മരിച്ചു. മൂന്നാർ അന്തോണിയാർ ഉന്നതിയിലെ ഗണേശനാണ് മരിച്ചത്. ദേവികുളം റോഡിൽ ഇന്നും മണ്ണിടിച്ചിലുണ്ടായി. ദേശീയപാതയിലെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. പനംകുട്ടി ചപ്പാത്തിലൂടെ യാത്ര ചെയ്ത സ്കൂട്ടർ യാത്രികൻ വെള്ളം കരകവിഞ്ഞതോടെ സ്കൂട്ടർ ഉപേക്ഷിച്ച് രക്ഷപ്പെടേണ്ടി വന്നു. മുതിരപ്പുഴയാറിലൂടെ വെള്ളം കുത്തിയൊഴുകുമ്പോൾ ടിപ്പർ അപകടയാത്ര നടത്തുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു. കോട്ടയം കുറിച്ചിയിൽ കനത്ത മഴയിൽ വീട് ഇടിഞ്ഞു വീണു. പുത്തൻ കോളനി കുഞ്ഞൻകവല ശോഭ ഷാജിയുടെ വീടാണ് ഇടിഞ്ഞു വീണത്. വീട്ടിലുണ്ടായിരുന്നവർ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. പത്തനംതിട്ട മൂഴിയാർ ഡാമിന്റെ 3 ഷട്ടറുകൾ തുറന്നു. കക്കാട്ടാറിന്റെ ഇരുകരകളിലും താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശമുണ്ട്. കനത്ത മഴയിൽ കുട്ടനാട്, അപ്പർ കുട്ടനാട് മേഖലകൾ വെള്ളത്തിൽ മുങ്ങി. പ്രധാന നദികളായ പമ്പ, മണിമലയാറുകളുടെ ജലനിരപ്പ് അപകടകരമായ നിലയിലാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.